വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി വാഴുന്ന അമേരിക്ക ഇപ്പോൾ ആയുധക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ്. അമേരിക്കയ്ക്ക് ആയുധക്ഷാമം നേരിടേണ്ടി വരുമെന്ന ഒരു ഘട്ടവും തള്ളിക്കളയാനാവില്ല എന്നതാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ചെങ്കടൽ പ്രതിസന്ധിയിലും അമേരിക്ക തങ്ങളുടെ അത്യാധുനിക മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങളും വൻതോതിൽ ഉപയോഗിച്ചു കഴിഞ്ഞു. യുക്രൈനും ഇസ്രായേലിനും നൽകിയ വൻ സൈനിക സഹായങ്ങൾ കാരണം അമേരിക്കൻ ആയുധപ്പുരകളിൽ പല നിർണായക മിസൈലുകളും കുറവുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാനെ ഇനി നേരിടാൻ ആവശ്യമായ ദീർഘദൂര ക്രൂയിസ് മിസൈലുകളും എയർ ടു എയർ മിസൈലുകളും വീണ്ടും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കുമെന്നാണ് സൂചനകൾ. ഒരു വശത്ത് ചൈനയുടെ ഭീഷണിയും മറുവശത്ത് റഷ്യയുടെ സാന്നിധ്യവും നിലനിൽക്കെ ഇറാനുമായി മാത്രം ഒരു ദീർഘകാല യുദ്ധത്തിൽ മുഴുകാൻ പെന്റഗൺ ഭയപ്പെടുന്നു. ആയുധ ശേഖരം വേഗത്തിൽ തീർന്നുപോയാൽ അത് ലോകമെമ്പാടുമുള്ള US സൈനിക സ്വാധീനത്തെ പ്രധാനമായും ബാധിക്കും. ഇറാനുമായി നേരിട്ടു കരയുദ്ധത്തിന് അമേരിക്ക തൽക്കാലം തുനിയില്ല എന്നതിന് മറ്റൊരു പ്രധാന കാരണം ഇറാന്റെ ഭൂപ്രകൃതി തന്നെയാണ്. അമേരിക്ക മുൻപ് യുദ്ധം ചെയ്ത ഇറാഖിൽ നിന്നും അഫ്ഗാനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് ഇറാന്റെ ഭൂമിശാസ്ത്രം. വിശാലമായ വിസ്തൃതി, അതായത് ഇറാഖിനേക്കാൾ 4 മടങ്ങ് വലിപ്പമുള്ള രാജ്യമാണ് ഇറാൻ. ദുർഘടമായ പർവ്വതനിരകൾ, വടക്കും പടിഞ്ഞാറും അതിരിടുന്ന വിപുലമായ സഗ്രോസ് എൽബസ് പർവ്വതനിരകൾ സ്വാഭാവികമായ കോട്ടകളെ പോലെ ഇറാനെ സംരക്ഷിക്കുന്നു. മറ്റൊന്നാണ് സൈനിക നീക്കത്തിലെ തടസ്സം. ഈ പർവ്വതനിരകൾക്കിടയിലൂടെ ഒരു വിദേശ സൈന്യത്തിന് കടന്നു കയറുക എന്നത് വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കും. ഈ തന്ത്രപ്രധാനമായ ഭൂപ്രകൃതി കാരണം കേവലം കരസേന ഇറക്കി വിജയം നേടുക എന്നുള്ളത് അമേരിക്കക്ക് അപ്രായോഗികമായ കാര്യമാണ്. അഫ്ഗാനിൽ അനുഭവിച്ച തിരിച്ചടി അമേരിക്കൻ ജനതയുടെയും സൈന്യത്തിൻ്റെയും ഓർമ്മയിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്നു. അമേരിക്കയുടെ പരമ്പരാഗതമായ സൈനിക ശക്തിയെ നേരിടാൻ ഇറാൻ ഉപയോഗിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ യുദ്ധമുറകളാണ്. പ്രധാനമായും പർവ്വതങ്ങൾക്കുള്ളിൽ 100 കണക്കിന് അടി ആഴത്തിൽ ഇറാൻ നിർമ്മിച്ചിരിക്കുന്ന മിസൈൽ സങ്കേതങ്ങൾ അമേരിക്കൻ വ്യോമാക്രമണങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. മറ്റൊന്ന്, പേർഷ്യൻ ഉൾക്കടലിലും ഹോർമുസ് കടലിടുക്കിലും ചെറിയ ബോട്ടുകളും ആയുധ ഡ്രോണുകളും ഉപയോഗിച്ച് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ വളയാൻ ഇറാന് കഴിയും. മറ്റൊന്ന്, ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം. ലോകത്തെ എണ്ണ വിതരണത്തിൻ്റെ 1/5 ഭാഗം കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് അടച്ചിടാൻ ഇറാൻ തുനിഞ്ഞാൽ അത് ലോക സാമ്പത്തിക രംഗത്ത് തന്നെ തകിടം മറിക്കും. കൂടാതെ പ്രോക്സി ഗ്രൂപ്പുകൾ വഴി മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഘട്ടം ഘട്ടമായി ആക്രമണം അയച്ചുവിടാൻ ഇറാന് കഴിയും. യുദ്ധം നീണ്ടുപോയാൽ സാമ്പത്തികമായും സൈനികമായും വലിയ വില കൊടുക്കേണ്ടി വരും. ഇറാന്റെ ആണവശേഷിയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന മറ്റൊരു ഘടകം. ഉയർന്ന തോതിൽ യുറേനിയം സമ്പുഷ്ടിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആണവായുധം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇറാൻ കൈവരിച്ചു കഴിഞ്ഞുവെന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള വലിയൊരു ആക്രമണമുണ്ടായാൽ ആണവ നയം മാറ്റാൻ ഇറാൻ നിർബന്ധിതരായേക്കാം. ഇത് മേഖലയിൽ ഒരു ആണവ യുദ്ധഭീതി സൃഷ്ടിക്കും. അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രതിരോധ കവചമായി ഇറാന്റെ ഈ ശേഷി മാറുന്നു. ചുരുക്കത്തിൽ, ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ സാമ്പത്തികമായി തളർത്താൻ കഴിഞ്ഞേക്കാമെങ്കിലും ഒരു നേരിട്ടുള്ള സൈനിക പോരാട്ടത്തിലൂടെ ഇറാനെ പെട്ടെന്ന് കീഴടക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പെന്റഗണിന്റെ ആയുധ ശേഖരത്തിലുള്ള കുറവുകൾ, ഇറാന്റെ ദുർഘടമായ ഭൂപ്രകൃതി, അവരുടെ പക്കലുള്ള അത്യാധുനിക ഡ്രോൺ മിസൈൽ സാങ്കേതിക വിദ്യകൾ, ഒപ്പം നിർണായകമായ ആണവശേഷി, ഇവയെല്ലാം ചേർന്ന് അമേരിക്കയെ ഒരു വൻ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. യുദ്ധം നീണ്ടുപോയാൽ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും വലിയ നഷ്ടം സംഭവിക്കും അമേരിക്കക്കായിരിക്കുമെന്ന് വാഷിംഗ്ടണിലെ ഭരണാധികാരികൾക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കുമായിരിക്കും അമേരിക്ക മുൻഗണന നൽകുക. ചുരുക്കത്തിൽ, കേവലം വ്യോമ ആക്രമണം കൊണ്ട് മാത്രം ഇറാനെ കീഴടക്കാൻ അമേരിക്കക്ക് കഴിയില്ല. ഒരു കരയുദ്ധത്തിന് തുനിഞ്ഞാൽ അത് അമേരിക്കക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് പെന്റഗണിനും അറിയാം. ഇറാന്റെ തന്ത്രപ്രധാനമായ ഭൂപ്രകൃതിയും മിസൈൽ ശേഷിയും പശ്ചിമേഷ്യയിലെ സ്വാധീനവും അമേരിക്കയെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്.